ശാസ്ത്രീയ ഉപനിഷത്ത് പഠനം ക്ലാസ് 295. നമ്മൾ 60ാമത്തെ ഉപനിഷത്തായിട്ട് ശ്വേതാശതരോപനിഷത്താണ് നോക്കുന്നത്. അതിലെ 2ാമത്തെ അധ്യായത്തിൽ 6 മുതൽ 10 വരെയുള്ള മന്ത്രങ്ങളാണ് നമ്മളിന്ന് നോക്കുന്നത്. ഇതിൽ നേരത്തെ പറഞ്ഞ സംഗതികൾ തന്നെയാണ്. നമ്മൾ ബ്രഹ്മസാക്ഷാത്കാരത്തിന് നീങ്ങുമ്പം എങ്ങനെ മുന്നോട്ടേക്ക് പോകണം എന്ന് തന്നെയാണ് ഇവിടെയും പറയുന്നത്. അതുകൊണ്ട് നമുക്ക് എന്താണ് പറയുന്നതെന്ന് നോക്കാം. അരണി കടയുമ്പോൾ ഒരു തടി അടിയിൽ വെക്കും, അത് സ്ഥിരമായി നിൽക്കുകയാണ്. അതിൻ്റെ മേലെയാണ് മറ്റേങ്ങ കൊണ്ട് ഉരസുന്നത്. അതുപോലെ ഓംകാരത്തെ അരണിയായിക്കൊണ്ട് ശരീരം തടിയായി വെക്കണം, ശരീരം നിശ്ചലമാക്കണം. നമ്മളൊരു കർമ്മങ്ങളും ചെയ്യാതെ ശരീരത്തെ നിശ്ചലമാക്കിയിട്ട് ഓംകാരം എന്ന ശ്വാസം കൊണ്ട് ആ ശരീരത്തെ കടയുക, മഥനം ചെയ്യണം. മനസ്സിനെ ഏതിൽ ഉറപ്പിക്കുകയും വേണം? പരമാത്മാവിൽ. അപ്പം പരമാത്മാവിനെ തന്നെ ചിന്തിച്ചുകൊണ്ട് ഓം എന്നുള്ള മന്ത്രം ഉച്ചരിക്കുക. ഹൃദയത്തിൽ പരമാത്മാവിനെ ചിന്തിച്ചുകൊണ്ട് ഓം എന്ന് ശ്വസിക്കുക. അതിനൊരു ക്രമമല്ല ഉണ്ട്, ആ ക്രമത്തിൽ ചെയ്യുക. പ്രാണവായുവിനെ വിധിപൂർവം നന്നായി നിരോധിക്കുകയാണ് ചെയ്യുന്നത്. പ്രാണൻ സാധാരണ നമ്മൾ ശ്വസിക്കുന്നതിനൊരു ക്രമമുണ്ട്. ഇത് നമ്മളെ കൺട്രോളിൽ ഓം എന്ന് വിളിച്ചിട്ട് പറഞ്ഞുകൊണ്ട് ശ്വസിക്കുന്നു, എടുക്കുന്നു, പിന്നെ പുറത്തേക്ക് വിടുന്നു. അതിനൊരു ക്രമത്തിൽ ചെയ്യണം. അപ്പം ശ്വാസം പിന്നെ നമ്മളെ കൺട്രോളിലാണ്. അതുവരെ ശ്വാസം നമ്മളെ കൺട്രോളല്ല, അതിന് തോന്നുന്ന മാതിരി ശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രാണായാമം എന്ന് പറയുന്നത് ശരീരത്തെ കീഴടക്കിയതിൻ്റെ ശേഷം ശ്വസനവും നമ്മളെ കൺട്രോളിലേക്ക് എടുക്കുക. അപ്പോൾ പുറത്തെ ശക്തിയല്ല, നമുക്ക്. അപ്പോൾ അവിടെ ആനന്ദകരമായ സോമരസം പ്രകടമാകും. സോമം എന്ന് പറഞ്ഞാൽ എന്തുവാ? ആനന്ദവും സോമം തന്നെയാണ്. ആനന്ദകരമായ സോമരസം നമുക്കൊരു നല്ല ആനന്ദമായ അവസ്ഥയിലേക്ക് എത്തും. ഒരു ഭയങ്ങളും ചിന്തകളും ഒന്നുമില്ലാതെ, ഒരു ലോകകാര്യങ്ങളിലും ചിന്തയില്ലാതെ മനസ്സ് ശുദ്ധമായ ഒരവസ്ഥ. അപ്പം മനസ്സ് സർവത്ര വിശുദ്ധമായി തീരണം. അപ്പം മനസ്സ് ശുദ്ധമാകണം. ഇത് ചെയ്യുമ്പോൾ ചിന്ത ആ പരമാത്മാവിനെ പറ്റിയേ ഉള്ളൂ. അതിനെ ഹൃദയത്തിൽ സങ്കല്പിച്ചുകൊണ്ട് ചെയ്യണം. ഇനി ഏഴിൽ പറയുന്നത് അഖില ബ്രഹ്മാണ്ടത്തിൻ്റെയും സൃഷ്ടാവും ഈ പ്രപഞ്ചം സൃഷ്ടിച്ച ശക്തിവിശേഷം അന്തരാമിയായിട്ട്, അത് നമ്മുടെ ഉള്ളിൽ തന്നെയുള്ളൂ. ഇതെപ്പോഴും പറയുന്ന വാക്കാണ്. ഈശ്വരൻ എന്നത് നമ്മളെ ഉള്ളിലാണുള്ളത്. നാം ഈശ്വരൻ തന്നെയാണ്. ഈശ്വരൻ തന്നെയാണ് നാമായിട്ട് മാറിയത്. അപ്പം അന്തരാമിയായ പരമേശ്വരൻ്റെ പ്രേരണയാൽ അത് പ്രേരിപ്പിക്കുന്നതനുസരിച്ചാണ് നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്നത്. ഞാൻ ഭൗതിക ലോകത്തിലേക്ക് പോകണമെങ്കിൽ എന്നെക്കൊണ്ട് ആ നിലയിൽ കുറേ കർമ്മങ്ങൾ ചെയ്യിപ്പിക്കുക. അതിനാണ് ജനിപ്പിച്ചത്. അതല്ല, എൻ്റെ കർമ്മം തീരുകയാണെങ്കിൽ അത് പ്രേരിപ്പിക്കും. എന്തിനു വേണ്ടിയിട്ട്? മനസ്സിനെ ഭൗതിക കാര്യങ്ങളിൽ നിന്നെല്ലാം മുക്തമാക്കിയിട്ട് ബ്രഹ്മത്തിലേക്ക് തിരിയുവാൻ. അതായത് നമ്മൾ പിന്നെ മനസ്സ് ബ്രഹ്മത്തെ പറ്റി തന്നെയാണ്, ഉള്ളിലുള്ള പരമേശ്വരനെ പറ്റി തന്നെയായിരിക്കും. അപ്പം പരമേശ്വരൻ്റെ പ്രേരണയാൽ ആദി പരബ്രഹ്മ പരമേശ്വരനായി സേവനം ചെയ്യണം. പിന്നെ നമ്മൾ ചെയ്യുന്നതെല്ലാം ആ ശക്തിക്ക് വേണ്ടിയാണെന്ന് നിലയിൽ ചെയ്യണം. അല്ലെങ്കിലും നമ്മൾ ആ ശക്തിക്ക് വേണ്ടിയല്ലേ ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് തീരുമാനിക്കുന്ന മാതിരിയുടെ കാര്യം നടക്കുന്നുള്ളൂ. അത് തന്നെയാണ് നമ്മൾ ഉള്ളിലിരുന്ന് ചെയ്യുന്നത്. പക്ഷെ അപ്പം നമ്മൾ ചെയ്യുന്നതല്ല, അത് ജയിപ്പിക്കുന്നത് തന്നെയാണ്. അതിൽ നിന്ന് മാറാനൊന്നും പറ്റില്ല. പക്ഷെ എന്താ ഇവിടെ പ്രത്യേകത? അതെല്ലാം ഞാൻ എനിക്ക് വേണ്ടി എന്ന ചിന്തയിൽ ചെയ്യുകയാണ്. പക്ഷേ ബ്രഹ്മസാക്ഷാത്കാരത്തിന് പോകുന്നവർക്ക് പിന്നെ എല്ലാം അതാണ് ചെയ്യുന്നതെന്നുള്ള ചിന്ത ഉള്ളിൽ വരും. അങ്ങനെ വരുമ്പോൾ എങ്ങനെ ചെയ്യും? ആ പരമേശ്വരനായി സേവനം ചെയ്യണം. അപ്പം പിന്നെ നമ്മൾ ചെയ്യുന്നതെല്ലാം അത് എന്നെ സൃഷ്ടിച്ചത്,
ഈ കർമ്മമെല്ലാം ചെയ്തു കൊടുക്കുകയാണ്, ഞാൻ അതിനു വേണ്ടി ചെയ്തിരുന്നു എന്ന വിശ്വാസത്തിലായിരിക്കണം പിന്നെ കർമ്മം ചെയ്യേണ്ടത്. ആ പരമാത്മാവിനെ ആശ്രയിക്കണം. പിന്നെ നമ്മൾ എന്തിനും ആശ്രയിക്കുന്നത് മറ്റാരെയും ആശ്രയിക്കില്ല, എല്ലാം ആ പരമേശ്വരനെ ആശ്രയിക്കും. വല്ലവൻ്റെയും പിന്നാലെ ഒന്നും പിന്നെ നമ്മൾ നടക്കില്ല, അതിൻ്റെ ആവശ്യമില്ല. ഈ ലോകത്തിൽ അതെല്ലാം നിസ്സാരന്മാർ, അതുമെല്ലാം ബ്രഹ്മം തന്നെയാണ്. എന്നെക്കാട്ടിയും വ്യത്യാസമൊന്നും അവർക്കില്ല, അവർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. എല്ലാം ആ പരമേശ്വരൻ തീരുമാനിക്കുന്ന പോലെയാണ്. അതുകൊണ്ട് അതിനെ ആശ്രയിച്ച് അദ്ദേഹത്തെ ശരണം പ്രാപിക്കും. പിന്നെ നമ്മൾ അദ്ദേഹത്തെ ശരണം പ്രാപിക്കുകയാണ്. അങ്ങനെയായിരിക്കണം നമ്മൾ കർമ്മങ്ങൾ ചെയ്യേണ്ടത്. അത് എന്നെ സൃഷ്ടിച്ചിട്ട് എന്തെങ്കിലും ഒരു കർമ്മം ഞാൻ ചെയ്യുന്നുണ്ട്, അത് അതിനു വേണ്ടിയാണ്. പല്ല് തേക്കുന്നത് പോലും അതിനു വേണ്ടിയാണ്. കാരണം ഈ പല്ലാരെയാണ്, പല്ല് ബ്രഹ്മം തന്നെയാണ്. ആ ബ്രഹ്മത്തെ ശുദ്ധമാക്കി വെക്കേണ്ട ജോലിയാണ് എനിക്കുള്ളത്. അതുകൊണ്ട് ഇതല്ല, ഈ ശരീരം അതിൻ്റെയാണ്. അപ്പം അതിനു വേണ്ടിയാണ് ചെയ്യുന്നത്. അപ്പം അതിനെ ശരണം പ്രാപിച്ച് അദ്ദേഹത്തെ വിലയം പ്രാപിക്കാൻ ശ്രമിക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹം തന്നെയായി മാറും. ഒടുവിൽ നാം അത് തന്നെയാണ് എന്ന ചിന്തയിലേക്ക് എത്തിച്ചേരും. ഇപ്പോഴും ആ ബ്രഹ്മം തന്നെയാണോ ഞാനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ബ്രഹ്മം തന്നെയാണ്, ഈശ്വരൻ തന്നെയാണ് ഞാൻ. പക്ഷേ നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. പക്ഷേ ഈ അവസ്ഥയിലെത്തുമ്പോൾ നമ്മളത് തിരിച്ചറിയും, എല്ലാം ബ്രഹ്മമാണ്. അത് ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും ആർത്തമുള്ള സ്ത്രീ ആയാലും എല്ലാം ബ്രഹ്മമാണ്. അവിടെ ഉച്ചനീചത്വങ്ങളില്ല, തൊട്ടുകൂടായ്മയൊന്നുമില്ല. എല്ലാം ബ്രഹ്മമായി കാണുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ മാറും. അപ്പോൾ എല്ലാ സംചിത കർമ്മങ്ങളും വിഘ്നകാരിയാവില്ല. പിന്നെ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളൊന്നും നമുക്ക് തടസ്സമായി മാറില്ല. കാരണം എന്തെങ്കിലും ഒരു തടസ്സം ഉണ്ടെങ്കിൽ ഞാൻ ഒരു ജോലി പകുതി ചെയ്ത് തീർത്തു എന്ന് ഇപ്പം ഞാൻ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ഇറങ്ങി, പകുതിയേ ചെയ്തുള്ളൂ. അപ്പോഴേക്ക് എനിക്ക് എന്തോ കാരണം കൊണ്ട് നിർത്തേണ്ടി വരുന്നു. എനിക്കിഷ്ടപ്പെട്ടിട്ടല്ല, എങ്കിലും നിർത്തേണ്ടി വരുന്നു. സാധാരണ നിലയിൽ എനിക്കിഷ്ടപ്പെട്ടിട്ടല്ല, കാരണം ഞാൻ എൻ്റെ കർമ്മം എന്ന നിലയിലാണ് എടുക്കുന്നത്. നേരത്തെ എന്നാൽ പരമേശ്വരൻ്റെ നിലയിൽ ചിന്തിച്ചുകൊണ്ട് അദ്ദേഹമാണ് എന്നെക്കൊണ്ട് ഇത് ചെയ്യിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വിഷമമില്ല. ആ സമയത്തും അങ്ങേർക്ക് മതിയായി, എന്നെക്കൊണ്ട് ഇത്ര ജോലിയെ ചെയ്യിപ്പിക്കാനുള്ളൂ, ഞാനത് നിർത്തി, അത്രയാണ്. അല്ലാതെ അത് പൂർത്തിയാക്കിയത് അതൊന്നുമില്ല, എല്ലാ ശക്തി പറയുന്ന മാറ്റി. അപ്പോൾ വിഘ്നകാരിയാവില്ല. പിന്നെ നമ്മൾ എന്ത് കർമ്മം ചെയ്യുമ്പോഴും അതൊന്നും നമുക്ക് തടസ്സമാകില്ല. കാരണം ഞാൻ ചെയ്യേണ്ട റോളാണ് അവിടെ ചെയ്യുന്നത്. ഒരു കുഷ്ഠരോഗിയായിട്ടാണ് അഭിനയിക്കേണ്ടതെങ്കിൽ നാടകത്തിൽ അതുപോലെ അഭിനയിക്കും. അതുപോലെ ജീവിതത്തിലും ഏത് റോളായാലും നമ്മളങ്ങ് അഭിനയിച്ചു കൊടുത്തേക്കും. അതിനു വേണ്ടിയിട്ടാണ്. ബന്ധനരൂപമാകില്ല. അപ്പോൾ നമുക്കെന്തില്ല, ബന്ധനങ്ങളില്ല. നമ്മുടെ ഭാര്യ മക്കളായിട്ട് തന്നെയായി ആണ് ഈ അവസ്ഥയിൽ ബ്രഹ്മസാക്ഷാത്കാരത്തിൽ നീങ്ങുന്ന ആ അവസ്ഥ എത്തുമ്പോൾ, നമ്മൾ മാനസികപരമായിട്ട് ഇങ്ങനെ മാറുമ്പോൾ പിന്നെ നമുക്ക് ബന്ധനങ്ങൾ തന്നാലെ ഇല്ലാതെയാകും. മനസ്സിൽ ഭാര്യ മക്കൾ എന്ന ചിന്തയിൽ നിന്നെല്ലാം വിട്ട് എല്ലാം ബ്രഹ്മമായി കാണാൻ തുടങ്ങും. ബന്ധനങ്ങളെല്ലാം തന്നാലെ അകലും. അതാണ് ആത്മീയതയുടെ പ്രത്യേകത. പിന്നെ ബന്ധനങ്ങളോ ഗുരുവോ ശിഷ്യമോ ഇങ്ങനെയുള്ള ഒരു ബന്ധനവും അവിടെയില്ല. എല്ലാറ്റിൽ നിന്നും വിട്ടുപോകും. ഈ ഒരു മനസ്ഥിതി അല്പം ഡെവലപ്പാകുമ്പോൾ, അതുകൊണ്ട് തന്നെ നമ്മൾ ചിന്തിച്ചു കൊള്ളുക, നമ്മളിന്ന് കാണുന്ന ആത്മീയ പ്രഭാഷണം എല്ലാം നടത്തുന്നവരെന്തോ വലിയ ആൾക്കാരാണെന്നെല്ലാം നമ്മൾ ചിന്തിക്കുന്നുണ്ട്. ആരും ഒന്നുമല്ല, അവരെല്ലാം ഭൗതികത വെച്ചുകൊണ്ടങ്ങ് പോവുകയാണ്. ആത്മീയതയിലേക്ക് തിരുമ്പം ബന്ധനം അവിടെ തീർന്നു. പിന്നെ ഈ ലോകമായിട്ട് ഒരു ബന്ധവുമില്ല. ദൈവത്തെ പൂജിക്കാൻ വേണ്ടി പൂജിക്കേണ്ട ആവശ്യം തന്നെയില്ല. എന്തിനാ പൂജിക്കുന്നത്? ഞാൻ തന്നെയല്ല ബ്രഹ്മം, എന്നെ തന്നെ പൂജിക്കാനാണ്. എങ്കിലും ഞാൻ വിളക്ക് വെച്ചിട്ട് എന്നെ തന്നെ ഇങ്ങനെ ഒഴുകിയാവുന്നു, ഉള്ളിലുള്ള ഹൃദയം നോക്കിയിട്ട്. ഇതെല്ലാം മണ്ടത്തരങ്ങളാണ്. ഇനി 8 ധ്യാനത്തിൽ മുഴുകിയ ബുദ്ധിമാനായ സാധകൻ
അപ്പോൾ ഒരാൾ ധ്യാനം ചെയ്യുമ്പോൾ അത് ചെയ്യുന്ന ആ പ്രൊസീജിയറാണ് പറയാൻ പോകുന്നത്. നമ്മൾ ധ്യാനത്തിൽ മുഴുകണം എന്ന് പറഞ്ഞാൽ അതിനെ തന്നെ ചിന്തിച്ചിരിക്കണം എന്ന് പറയുമ്പോൾ ശരീരം, ഗളം, മാർവിടം ഇവ ഉയർത്തി നിൽക്കണം. എപ്പോഴും ഇങ്ങനെ ഉയർത്തിപ്പിടിച്ച് നിൽക്കണം. ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കണം. ഇങ്ങനെ അങ്ങ് ഇരിക്കുമ്പോൾ അതിൻ്റെ ദൂഷ്യയോടെ പറയാൻ പോകുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു ആസനത്തിലോ പത്മാസനത്തിലോ ആറ്റോ ഇരുന്നിട്ട് നേർക്ക് എന്തിനാ ആസനത്തിൽ ഇരിക്കുക? ആസനം എന്ന് പറഞ്ഞാൽ ശരീരത്തെ നമ്മൾ ഒരു സ്റ്റഡിയായ സ്ഥലത്ത് വെക്കുകയാണ്. ആസനങ്ങളിൽ ചലിപ്പിക്കുന്നത് എക്സസൈസാണ്. ആസനം എന്ന് പറയുന്നത് അനങ്ങാതെ നിൽക്കുകയാണ്. ടി വിയിലെല്ലാം ചില വലിയ യോഗികളെല്ലാം ഇങ്ങനെ എല്ലാം ചലിപ്പിച്ച് കളിപ്പിക്കുന്നത് കാണാം. അത് ആസനമല്ല. ആസനം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക കാക്കനെ പോലെ പൂച്ചേനെ പോലെ ഏതോ ഒരു രൂപത്തിൽ ഇരിക്കുകയാണ്. അതെല്ലാം പല മൃഗങ്ങളെല്ലാം പേര് വെച്ചുകൊണ്ടെല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട്. അല്ലാതെ ചലിപ്പിക്കുന്നത് ആസനമല്ല. അത് ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് ചില ക്രിയകളുണ്ട്, അത് പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം ആദ്യഘട്ടമാണ്. പിന്നെ അല്ലാതെ ശരീരം ശരിയാക്കി എടുക്കുക എന്നതല്ല നമ്മുടെ ലക്ഷ്യം. നമ്മുടെ ലക്ഷ്യം ആദ്യം ശരീരത്തെ ശക്തമാക്കിയിട്ട് വേണം മനസ്സിനെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. ഒരു രോഗമുള്ളവരെ നമുക്ക് മനസ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ ചില ആസനങ്ങളിൽ ഇരുന്നു കൊണ്ട് ചെയ്യുന്നതിനെക്കാട്ടി മുമ്പിൽ ഇത്തരം ചില പരിപാടികളെല്ലാം ഉണ്ട് ശരീരം നന്നാക്കാൻ വേണ്ടിയിട്ടുള്ളത്. വയറ് ശുദ്ധമാക്കാനെല്ലാം കൊള്ളാം. പക്ഷേ അതൊന്നും ആസനം എന്ന് പറഞ്ഞാൽ സ്റ്റഡിയായിട്ട് നിൽക്കുക. അതാണ് പത്മാസനത്തിൽ ഇരുന്നുകൊണ്ട്. അപ്പോൾ ശരീരത്തെ നമ്മൾ സ്റ്റഡിയാക്കി അരണി അടിയിലത്തെ തടിമാരിയാക്കണം. എന്നിട്ട് ബ്രീത്തിങ് കൊണ്ട് മനസ്സിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ശരീരവും ഗളവും മാർവിടെല്ലാം ഉയർത്തി നിൽക്കണം. ശരീരം നേരെ വെക്കണം. അതെന്തിനു വേണ്ടിയാണ്? വേറെ ഒന്നും കൊണ്ടല്ല. ആലസ്യം, നിദ്ര പോലുള്ള വിഘ്നങ്ങൾ ഒഴിവാക്കുവാൻ സഹായിക്കും. നമ്മൾ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഉറക്കം തൂങ്ങിപ്പോവും. നേരെ കുറച്ച് മസിൽ പിടിച്ച് ഇങ്ങനെ അങ്ങ് ഇരിക്കുകയാണെങ്കിൽ ഉറക്കം വരില്ല. കാരണം നമ്മളെ ശ്രദ്ധ മുഴുവൻ ഇങ്ങനെ നിൽക്കാനാണ്. നേരെ കുറച്ച് നമ്മൾ ഇങ്ങനെ അങ്ങ് ഇരുന്ന് പോയാൽ എന്തായിപ്പോന്നറിയാം, പറയുന്നതിൻ്റെ ഇടയ്ക്ക് അങ്ങ് ഉറക്കം തോന്നും. നേരെ കുറച്ച് ഇങ്ങനെ തന്നെ പിടിച്ച് നിന്ന് നോക്കിയാൽ ഉറക്കം വരില്ല. അതിനു വേണ്ടിയാണ് നേരെ നിർത്താൻ വരുന്നത്. ആലസ്യം ഒഴിവാക്കാനും നിദ്ര ഒഴിവാക്കാനും വേണ്ടിയിട്ട്. അതിനുശേഷം എല്ലാ ഇന്ദ്രിയങ്ങളെയും ബാഹ്യ വിഷയങ്ങളിൽ നിന്നും മാറ്റിയിട്ട് എപ്പോഴും ചെയ്യേണ്ടത് ഇന്ദ്രിയങ്ങളെ കാണുന്ന കേൾക്കുന്ന എല്ലാം ബാഹ്യത്തിൽ നിന്ന് ഒഴിവാക്കും. ബാഹ്യത്തിൽ നിന്നും ഒഴിവാക്കി ഉള്ളിലേക്ക് പോകുന്നതാണ് വേദങ്ങളിലെ ആത്മീയതയിലേക്കുള്ള വഴി, ബ്രഹ്മസാക്ഷാത്കാരത്തിലേക്കുള്ള വഴി. എല്ലാം പുറത്തുകൊണ്ട് പുറത്ത് നോക്കി കണ്ടയെല്ലാം നോക്കിയിരിക്കലല്ല ആത്മീയത. അതിന് പറ്റില്ല. പ്രഭാഷണം നടക്കുന്നവർക്ക് ഇങ്ങനെ ആത്മീയത എടുക്കാൻ പറ്റുക? ഒരു ആത്മീയതയും അവരില്ല. അവർ ഗുരുനാഥന്മാർ, സ്വാമിമാർ, സന്യാസിയല്ല, സ്വാമിമാർ. സ്വാമി എന്ന് പറഞ്ഞാൽ കുറച്ചാൾ ഫോളോ ചെയ്യുക, അതാണ് സ്വാമീൻ്റെ അർത്ഥം. സ്വാമി എന്ന് പറയുമ്പോൾ ഇപ്പം ചില ഉത്തരേന്ത്യയിലെല്ലാം ഭർത്താക്കന്മാരെ സ്വാമി എന്നാണ് വിളിക്കുക, ഭാര്യമാർ. എന്തുകൊണ്ട്? ഭർത്താവ് പറയുന്ന മാതിരി പോകുന്നവരാണെങ്കിൽ സ്വാമി എന്ന് പറയും. കാരണം ഭർത്താവിനെ ഫോളോ ചെയ്യുകയാണ്. അപ്പം കുറേ ആൾക്കാർ ഫോളോ ചെയ്യുമ്പോഴാണ് സ്വാമിയാകുന്നത്. ശ്രീനാരായണ ഗുരു സ്വാമിയാണ്, കുറേ പേര് പിന്നാലെയുണ്ട്. പക്ഷെ സന്യാസി അതല്ല. സന്യാസി അതിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നവനാണ്, ഏകനാണ്. ഏകതയിലേക്ക് അവൻ പോവുകയാണ്. സ്വാമി കുറേ ആൾക്കാരെയും കൂട്ടിക്കൊണ്ട് നടക്കുന്നവരാണ്. ആ വ്യത്യാസമുണ്ട്. പക്ഷേ ഇതെല്ലാം നമ്മൾ കൂട്ടിക്കുഴച്ചിട്ട് ഒന്നാക്കി എടുത്തിട്ടുണ്ട്. ഈശ്വരനും ദേവതകളും ഒന്നാക്കി എടുത്ത പോലെ സ്വാമി സന്യാസിയല്ല. ഞാൻ സ്വാമിയാണ്, ഞാൻ സ്വാമിയല്ല, ഞാൻ സന്യാസിയാണ്. സന്യാസി എന്നാണ്, കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ വിളിച്ചോ. സന്യാസി എന്ന് പറയുന്നത് ഇതേ മറ്റു പരിപാടിയൊന്നുമല്ല. എല്ലാം ഉപേക്ഷിച്ചിട്ട് പോകുന്നവനാണ് സന്യാസി. അപ്പം ഇന്ദ്രിയങ്ങളെ ബാഹ്യ വിഷയങ്ങളിൽ നിന്ന് മാറ്റിയിട്ട് മനസ്സിനെ ഹൃദയത്തിലെ ആത്മാവിൽ നിരോധിച്ച്, മനസ്സെപ്പോഴും എന്നിട്ട് ഹൃദയത്തിലെ ആത്മാവിൽ നിരോധിച്ച് നിർത്തണം. അവിടെ തന്നെ പിടിച്ചു നിർത്തണം, പുറത്തേക്ക് പോകരുത്. സന്യാസിക്കാണ് ഇത് സാധിക്കുക.
അല്ലാതെ സ്വാമിക്ക് ഇതൊന്നും പറ്റില്ല. സ്വാമിക്ക് ശിഷ്യന്മാർ പോലെയുണ്ട്, അവരെ പിന്നാലെ വാരോ അടിച്ച് നടക്കുകയാണ് സ്വാമിമാർക്ക് ധർമ്മം, അവരുടെ ധർമ്മം. പക്ഷെ സന്യാസികളുടെ അതല്ല, വിട്ടെറിഞ്ഞു പോകലാണ്. പിന്നെ ഓങ്കാരമാകുന്ന നൗകയോടുകൂടി പിന്നെ ഓം എന്നതിൻ്റെ ഇടക്ക് ശ്വസിച്ചുകൊണ്ടേയിരിക്കും. ആ നൗകയോടുകൂടി ഇവിടെ ആ ഓങ്കാരത്തെ ഒരു നൗകയായിട്ട് ചിത്രീകരിച്ചിരിക്കുകയാണ്. ജപം, ധ്യാനം മുതലായവയിലൂടെ എല്ലാ ഭയങ്ങളെയും തരണം ചെയ്ത് അക്കരെ കടക്കണം. നൗകയിലോട്ട് അക്കരെ കടക്കുന്നത് പോലെ ഭയം ധ്യാനം അല്ല ജപം ധ്യാനത്തിലൂടെ ധ്യാനിക്കുക, ജപിക്കുക, ഓം എന്ന് ജപിച്ചുകൊണ്ട് ഭയങ്ങളെയെല്ലാം തരണം ചെയ്ത് അക്കരെ കടക്കണം. ഭയം തരണം ചെയ്യുക എന്ന് പറയുന്നത് തന്നെയാണ് സംസാര സാഗരത്തെ മറികടക്കുന്നത്. ജീവിതം എന്ന് പറയുന്നത് ഭയമാണ് എന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഓരോ സമയവും ഭയന്നുകൊണ്ടാണ് ജീവിക്കുന്നത്. എന്തെല്ലാം ഭയമുണ്ട്? മരണഭയം, അതെല്ലാം നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും വലിയ ഭയം മരണഭയമാണ്. ചത്തുപോവോ. ഞാൻ മരിക്കുന്നതിനെക്കാട്ടി മുമ്പിൽ വീട്ടുപണി നടക്കണം, പിള്ളേരെല്ലാം ഒരു വഴിക്കാക്കണം, അവളെ പിടിച്ച് കെട്ടിക്കാനുണ്ട്, ഇങ്ങനെ എന്തെല്ലോ ഭയങ്ങളാണ് ജീവിതത്തിൽ. ഏറ്റവും വലിയ ഭയം മരണം തന്നെ. മരണത്തെ ഭയന്നിട്ടാണ് ഇതെല്ലാം, ഇതുമായിട്ട് ബന്ധപ്പെട്ട ആകുലതകളെല്ലാം ഉണ്ടാകുന്നത്. അപ്പം ജീവിതം എന്ന് പറഞ്ഞാൽ ഭയവും കഷ്ടപ്പാടും ദുരിതമാണ്. അതിൽ നിന്നും ഒരു രക്ഷയില്ല. പക്ഷെ ഇതെല്ലാം അങ്ങ് ഒഴിവാക്കി കഴിഞ്ഞാൽ ശാന്തി. എല്ലാ ഭരങ്ങളെയും തരണം ചെയ്ത് അക്കരെ കടത്തണം. നാനാ യോനികളുടെ സമ്പാദിച്ച വാസന, നാനാ യോനികളുടെ കഴിഞ്ഞ ജന്മത്തിൽ ചിലപ്പം പട്ടി, ചിലപ്പം കഴുത, ചിലതും പൂച്ച, ഇങ്ങനെ പല യോനിയിലൂട്ടിയാണ് വന്നിരിക്കുന്നത്. അങ്ങനെയെല്ലാം കുറേ വാസനകൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇപ്പം മനുഷ്യ യോനിയിലൂട്ടിയും വന്നു. അതും ഒരു സമ്പാദിച്ച വാസനകൾ ജനന മരണ ചക്രത്തിൻ്റെ, ഇങ്ങനെ ജനിച്ചും മരിച്ചും ഇങ്ങനെ പോയ ചക്രത്തിൻ്റെ പ്രവാഹങ്ങളാണ്. അതെല്ലാം അതിൻ്റെ ആ സമുദ്രത്തിൻ്റെ പ്രവാഹമായിട്ട് കണ്ടാൽ മതി. ഇവയെല്ലാം ത്യജിച്ചിട്ട് ഈ കഴിഞ്ഞ ജന്മത്തിൽ ഈ ജന്മത്തിലുള്ള എല്ലാ വാസനകളും ത്യജിച്ചിട്ട് അമരപദം പ്രാപിക്കണം. ഇപ്പോൾ സന്യാസത്തിലേക്ക് തിരിയുന്നവരുടെ സ്വാമിയാകുന്നതല്ലേ, സന്യാസത്തിലേക്ക് തിരിയുന്നവരുടെ സാധകൻ ഈ ജ്ഞാനയോഗ മാർഗത്തിൽ ഇങ്ങനെ ജ്ഞാനം നേടിയിട്ട് ആദ്യം ജ്ഞാനമാർഗത്തിലാണ്. ഇതെല്ലാം ആ ബ്രഹ്മം ചെയ്യുന്നതാണ്, ഒരു ശക്തിയുണ്ട്, അല്ലാതെ എന്നെക്കൊണ്ട് ഇതെല്ലാം ഇങ്ങനെ ചെയ്യിപ്പിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ആഹാരാദികളായ എല്ലാ പ്രവൃത്തികളും യഥായോഗ്യം ചെയ്യണം. അതുകൊണ്ട് എന്ത് വേണം? ഏതോ ഒരു സിനിമയിൽ സിദ്ധാർത്ഥിഷ്ടയായ സീതയിൽ ശ്രീനിവാസൻ ഒരു കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുണ്ടല്ലോ. പെട്ടെന്ന് സന്യാസത്തിലേക്ക് പോകാൻ തീരുമാനിച്ചപ്പോൾ പിന്നെ ഉത്തരവാദിത്തങ്ങളെല്ലാം ഉപേക്ഷിച്ചിട്ട് ഒരൊറ്റ പോക്കാണ്. അങ്ങനെ പോകാൻ പറ്റില്ല. ആഹാരാദികളായ എല്ലാ പ്രവൃത്തികളും യഥായോഗ്യം ചെയ്യട്ടെ. സാധാരണ നിലയിൽ തന്നെ മുന്നോട്ടേക്ക് പോവുക. ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ഭക്ഷണം കഴിച്ചുകൊണ്ട് തന്നെ മുന്നോട്ടേക്ക് പോകട്ടെ. ചിക്കൻ ഫ്രൈ കഴിക്കുകയാണെങ്കിൽ ചിക്കൻ ഫ്രൈ കഴിച്ചുകൊണ്ട് തന്നെ മുന്നോട്ടേക്ക് പോകട്ടെ, കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് പെട്ടെന്ന് ഒരു ദിവസം പ്ലേറ്റ് എത്താൻ പറ്റിയതാ, എനിക്ക് ജോലിയൊന്നുമില്ല, ഞാൻ മതിയാക്കിയതാ പോകുന്നു. സന്യാസം എന്ന് പറഞ്ഞാൽ പോകേണ്ടതല്ല സന്യാസം. നമ്മുടെ ജോലി തീർത്തിട്ടേ പോകാൻ പറ്റും. ജോലി തീർക്കുമ്പോൾ ഭക്ഷണമെല്ലാം കഴിച്ചേ പറ്റും. ഭക്ഷണം കഴിക്കാതെ നീ ജോലി ചെയ്യാന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല. അപ്പം കഴിച്ചുകൊണ്ട് പോവുക. അവയെ ധ്യാനവുമായി ചേർക്കട്ടെ. അതേസമയം ധ്യാനത്തിലും ആ ബ്രീത്തിങ് എക്സസൈസുമായിട്ട് ചേർത്തുകൊണ്ട് മുന്നോട്ടേക്ക് പോകണം. അങ്ങനെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ക്രമത്തിൽ ഇതിൻ്റെ അളവ് നമ്മൾ കുറച്ച് വരും. സംശയമൊന്നും വേണ്ട. നമ്മൾ എന്തോ കഴിച്ച് തുടങ്ങിക്കോളും. പക്ഷെ മനസ്സ് ഈ ലെവലിലേക്ക് ആ ബ്രഹ്മത്തെ മനസ്സിലാക്കിയിട്ടുള്ള നിലയിൽ മുന്നോട്ടേക്ക് പോകുമ്പോൾ നമ്മളെ കർമ്മങ്ങൾ ചെയ്യുക. കർമ്മങ്ങൾ തീരുമ്പോഴേ നമുക്ക് അങ്ങോട്ട് എത്താൻ പറ്റുള്ളൂ. അത് ചെയ്യേണ്ടത് ചെയ്തു കൊടുക്കണം, എല്ലാം അതിനു വേണ്ടി.
ഭക്ഷണമെല്ലാം കഴിക്കുന്നത് അതിനു വേണ്ടി. ആ ഒരു ചിന്തയോട് കൂടി ഇപ്പം ഭാര്യ വലിച്ചൊന്നും തിന്നില്ല. അത് ഓട്ടോമാറ്റിക്കായിട്ട് കഴിക്കുന്നതെല്ലാം കഴിച്ചോ, ചിക്കനാണോ എന്തോ കഴിച്ചോ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ക്രമത്തിൽ നമ്മൾ അതിലുള്ള താല്പര്യം കുറയും. നമ്മളെ മനസ്സ് അങ്ങോട്ടേക്കാണ്. പിന്നെ ചിക്കൻ കടയിലേക്കൊന്നും നമ്മളെ മൂക്ക് അവിടുന്ന് വരുന്ന സ്മെല്ലുണ്ടല്ലോ, റോട്ടിലോട്ട് പോകുമ്പോൾ അവിടെ പൊരിച്ച കോഴി നല്ല എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ സ്മെല്ല് വരുമ്പോൾ എന്നാൽ പിന്നെ ഒന്ന് കയറിക്കളയാന്ന് പോകും. ആ ചിന്തയെ കൊണ്ടാണ് അങ്ങോട്ട് കയറുന്നത്. ചിന്തയില്ലാതെ അവിടുന്ന് എന്ത് മണത്താലും എന്ത്, ഞാൻ മണക്കുന്നില്ലല്ലോ. അപ്പം മനസ്സതിലേക്കാണെങ്കിൽ നമ്മൾ അതിലൊന്നും താല്പര്യമില്ല. പിന്നെ വിശക്കുമ്പോൾ തിന്നുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഒരു ഇന്ന നിലയിൽ നിന്നുള്ള നിർബന്ധമൊന്നും വേണ്ട. പഴയ പോലെ തന്നെ പോവുക. പക്ഷേ ഈ ഗ്രാജുവലായിട്ട് മനസ്സിനെ അങ്ങോട്ടേക്ക് പോകുമ്പോൾ എന്തു പറ്റും, ഇതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് പോയിക്കോളും. എന്നിട്ടോ അവയെ ധ്യാനവുമായി ചേരട്ടെ. ധ്യാനവുമായി ചേർത്ത് കൊണ്ടുവേണം അവയെ കൊണ്ടുപോകാൻ. യോഗശാസ്ത്രപ്രകാരം പ്രാണായാമം ചെയ്തിട്ട് എന്നിട്ട് പെട്ടെന്ന് ബ്രീത്തിങ് കൺട്രോൾ, ശരീരത്തെ നമ്മൾ നിയന്ത്രിക്കുന്നു, ശ്വാസം നമ്മളെ കൺട്രോളിൽ എത്തിക്കണം. അല്ലാതെ ഹാർട്ട് ഇടിപ്പ് നമ്മളെ കൺട്രോളിൽ എത്തിക്കാൻ അത്ര പ്രയാസം. പക്ഷേ ഹാർട്ട് ഇടിപ്പും നോർമലാകും. നമ്മൾ യോഗാഭ്യാസം പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഹാർട്ട് ഇടിപ്പും നോർമലാകും. പക്ഷെ അതിൻ്റെ അർത്ഥം നോർമലാകുന്ന പറഞ്ഞാൽ കാമായിട്ട് തീരും. പക്ഷെ ഒരു കാര്യമുണ്ട്, അതിനെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് പറ്റില്ല. പക്ഷേ ശ്വാസത്തെയാണ് പിന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. മനസ്സിനെ കൺട്രോൾ ചെയ്യാം. മനസ്സിനെ എന്ത് ചെയ്ത് കഴിഞ്ഞാൽ ശ്വാസത്തെ നമ്മൾ കൺട്രോൾ ചെയ്യാം. ഇപ്പോഴും ശ്വാസം നമ്മളെ കൺട്രോൾ ചെയ്യുകയാണ്. പക്ഷെ ആ ശ്വാസത്തെ നമ്മളെ പരിധിയിൽ നിർത്തുന്നതാണ് പ്രാണായാമം. ശരീരത്തെ ആദ്യം, പിന്നെ ആ ശ്വാസത്തെ കൺട്രോൾ ചെയ്യുമ്പോൾ നാഡികളിലുള്ള സിഗ്നൽ സിസ്റ്റവും എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് കൺട്രോളാകും. ഹൃദയവും നോർമൽ സ്റ്റേജിലേക്ക് എത്തും. രക്തോട്ടവും എല്ലാം ശാന്തമാകും. മനസ്സ് ശാന്തമാകും. അപ്പം പ്രാണൻ അത്യധികം സൂക്ഷ്മമായി തീരുമ്പോൾ, അങ്ങനെ പ്രാണനെ നമ്മളെ കൺട്രോളിലെടുക്കാൻ പറ്റി എന്ന് കഴിയുമ്പോൾ നാസികയിലൂടെ അതിനെ വെളിയിൽ തള്ളണം. അപ്പോൾ നമ്മൾ മൂക്കിലോട്ട് തള്ളുമ്പോൾ പ്രാണനെ തള്ളുന്നത് നിലയിൽ ചിന്തിക്കണം. പ്രാണനെയും നമ്മൾ ത്യജിക്കുകയാണ്. നമ്മൾ ബ്രഹ്മമായി മാറുകയാണ്. നമുക്ക് അന്നമയ ശരീരമുണ്ട്, അതിനെ ഓൾറെഡി നമ്മൾ കൺട്രോളാക്കി. പ്രാണമയ ശരീരത്തെയും നമ്മൾ തള്ളുകയാണ്. പിന്നെയാണ് മനോമയ ശരീരത്തിലൂടെയാണ് പിന്നെ ഇവിടെ എത്തേണ്ടത്, ഉള്ളിലെ ആ പരമാത്മാവിൽ എത്തിച്ചേരേണ്ടത്. അപ്പോൾ ദുഷ്ട അശ്വങ്ങളാൽ തലതിരിഞ്ഞ കുതിരകളെ ഒരു രഥത്ത് കെട്ടി അത് 10 വഴിക്ക് ഓടും. അതിനെ സാരഥി നിയന്ത്രിക്കുന്നത് പോലെ സാധകൻ തൻ്റെ മനസ്സിനെ ശ്രദ്ധയോടുകൂടി തൻ്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവരണം. അപ്പം ശരീരത്തെ ആദ്യം സ്റ്റഡിയാക്കി പ്രാണനെ നമ്മളെ കൺട്രോളിലേക്ക് വരുത്തി, പിന്നെ പ്രാണമയ ശരീരം കഴിഞ്ഞാൽ മനോമയ ശരീരം, മനസ്സിനെ നമ്മൾ കൺട്രോളിലേക്ക് പിടിച്ചു വരുത്തുക, മനസ്സിനെ നിയന്ത്രിക്കുക. അങ്ങനെ വിഘ്നങ്ങൾ ഒന്നും സംഭവിക്കാതെ, അപ്പോൾ ഇതെല്ലാം ശ്രമിക്കുമ്പോൾ വിഘ്നങ്ങളെല്ലാം ഉണ്ടാവും. ശരീരത്തെ ആദ്യം സ്റ്റഡിയാക്കാൻ നോക്കുമ്പോൾ കൊതുകടിയെല്ലാം കാണും. അപ്പം നമ്മൾ ചൊറിയാൻ തുടങ്ങും. അതൊന്നും പറ്റില്ല. അത് തന്നെ കുറച്ച് മെനക്കെട്ട പരിപാടിയാണ്. ശരീരത്തെ നിയന്ത്രിക്കുന്ന തന്നെ പ്രവർത്തനം. പിന്നെയാണ് ഈ പ്രാണനെ നിയന്ത്രിക്കുന്നത്. അതും കൂടി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ പ്രാണനെല്ലാം, ഈ ശ്വാസമെല്ലാം നമ്മളെ വിചാരങ്ങളുമായിട്ട് വലിയ ബന്ധമുണ്ട്. ചിലപ്പോൾ ദേഷ്യമെല്ലാം വരുമ്പോൾ തട്ടുന്ന കണ്ടിട്ടില്ല. അപ്പം ശ്വാസം വഴിവിട്ട് പോകുമ്പോൾ വിചാരങ്ങൾ കൂടും. അപ്പം ശരീരത്തെ സ്റ്റഡി ആകുമ്പോൾ തന്നെ കുറേ ജയിച്ചു. പ്രാണനെ നമുക്ക് പിടിച്ചു വെക്കാൻ പറ്റിയ ആൾ, പിന്നെ പ്രാണൻ കയറിയിട്ട് ചാടില്ല. അപ്പം മനസ്സ് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെ കൺട്രോളിലേക്ക് വരും. ഇതെല്ലാം ലക്ഷ്യമിടുന്നത് എന്താണ്? നമ്മൾ ഈ ഭൗതിക ലോകത്തു നിന്ന് മാറുകയാണ്. നമ്മൾ നമ്മിലേക്ക് തന്നെ തിരിഞ്ഞിട്ട് ഈ ലോകത്തു നിന്ന് തന്നെ പോകേണ്ട പരിപാടിയാണ്.
എല്ലാം കൊണ്ടെത്തിക്കുന്ന അങ്ങോട്ടേക്കാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യമാണ് എല്ലാവരുടെയും എന്നെങ്കിൽ എല്ലാവരെയും ഈ നിലയിൽ ട്രെയിൻ ചെയ്യിപ്പിച്ചോളുക. ജീവിതത്തിൻ്റെ ലക്ഷ്യം ബ്രഹ്മസാക്ഷാത്കാരമാണെങ്കിൽ എല്ലാവരെയും ഈ നിലയിൽ പ്രാക്ടീസ് ചെയ്യുക. ഓരോ മുറിയിൽ പോയി ഇരുന്നിട്ട് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുക. ജീവിതത്തിൻ്റെ ലക്ഷ്യം അങ്ങനെ വിഘ്നങ്ങൾ സംഭവിക്കാതെ അവൻ പരമാത്മാവിൻ്റെ പ്രതിരൂപ ലക്ഷ്യത്തിൽ എത്തും. അങ്ങനെ അവൻ പരമാത്മാവിൻ്റെ പ്രതിരൂപ ലക്ഷ്യത്തിൽ, പരമാത്മാവിൻ്റെ ഗുണം എന്താണ്? അതിന് രൂപവും ഭാവവുമില്ല, വിചാരങ്ങളില്ല. പരബ്രഹ്മം പോത്തുപോലെ, മഴയത്ത് വെക്കുന്ന പോത്തുപോലെയാണ് പരബ്രഹ്മം. അതുപോലെ നമ്മളുമായിത്തീരും. അപ്പം ജീവിതത്തിൻ്റെ ലക്ഷ്യം ആത്മീയതയാണെങ്കിൽ, വിശ്വാസികളാണെങ്കിൽ നമ്മുടെ സനാതന ധർമ്മം പറയുന്ന വഴി ഇതാണ്. ഈ വഴിയിലേക്ക് നീങ്ങുക, ദിവസവും പ്രാക്ടീസ് ചെയ്യുക. എല്ലാവരെയും പ്രാക്ടീസ് ചെയ്യാൻ പ്രേരിപ്പിക്കുക. നടക്കുന്ന കാര്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇനി 10 ഇതെല്ലാം ഞാൻ പറയുന്നതിന് കാരണം നമ്മളിൽ എന്തോ തെറ്റായ ധാരണകളുണ്ട്. ആത്മീയത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ എന്തെല്ലോ വേഷം കെട്ടലാണെന്നാണ് ധരിച്ചു വെച്ചിട്ടാണ്. അവൻ ഭയങ്കര ആത്മീയ, കണ്ട പൂക്കെല്ലാം കണ്ട എല്ലാം വാരിത്തേച്ച് അപ്പുറം ഇപ്പുറം നോക്കാതെ ഇങ്ങനെ അങ്ങ് പോകും. എന്തൊരു ഭക്തി, എന്തൊരു ആത്മീയത, സംസാരമെല്ലാം ഭയങ്കര കാമ്. ഇതെല്ലാം ആയിക്കഴിഞ്ഞ് ഒരു വേഷവും കെട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വലിയ ആത്മീയവാദിയായി. ഇനി 10 ഇപ്പം ധ്യാനത്തിനായിട്ട് തിരഞ്ഞെടുക്കേണ്ട സ്ഥലത്തെപ്പറ്റി പറയുകയാണ്. ധ്യാനത്തിനായി സമനിരപ്പായ ഭൂമി എടുക്കണം. ഇരിക്കുമ്പോൾ ശരീരം ശരിക്കൊന്ന് ആക്കി എടുക്കേണ്ടിക്ക് അവർ പറഞ്ഞു തരികയാണ്. വല്ല മുള്ളിലെല്ലാം കയറി ഇരുന്ന് കഴിഞ്ഞാൽ എങ്ങനെ ശരീരത്തെ സ്റ്റഡിയാക്കാൻ പറ്റുന്നത്? അതുകൊണ്ട് പ്രാക്ടീസിന് എന്ത് വേണമെന്ന് വെച്ചാൽ സമനിരപ്പായ സ്ഥലം എടുക്കണം. ആർക്ക് നിരപ്പായിരിക്കണം, സ്വാഭാവിക പവിത്രത ഉള്ളതായിരിക്കും. കുറച്ച് പവിത്രമായ സ്ഥലമായിരിക്കില്ല. അത് കക്കൂസിൻ്റെ അടുത്തൊന്നും പോയി അവിടെ സമനിരപ്പുണ്ട് എന്ന് വെച്ചാൽ അതിൻ്റെ മുമ്പിലൊന്നും ആയിപ്പോകരുത്. ഇതെല്ലാം നമുക്കുള്ളതാണ്. നമ്മൾ ട്രെയിനിയാണ്. നമ്മൾ ആത്മീയതയിലേക്ക് തിരിയാൻ പോവുകയാണ് ഇന്നു മുതൽ. അപ്പോൾ ഒരു സമനിരപ്പായ സ്ഥലമെടുത്ത് സ്വാഭാവികമായ പവിത്രതയുള്ള സ്ഥലമായിരിക്കണം. ദേവാലയം, തീർത്ഥാടനം പോലെയുള്ള സ്ഥലങ്ങളായാലും കുഴപ്പമില്ല. അവിടെ വലിയ ശാന്തിയാണ്, വലിയ ബഹളമൊന്നും കാണില്ല. ദേവാലയത്തിൻ്റെ പോലെയുള്ള സ്ഥലമായാലും അവിടെ കയറിയിരുന്നാൽ മതി. നമ്മൾ സ്ഥിരം പോകുന്ന അമ്പലം ഉണ്ടാവുമല്ലോ, അപ്പം അതിൻ്റെ ഏതൊക്കെ ഒരു മൂലക്ക്, ഇവിടെ ഇപ്പം കന്നിമൂല പറ്റൂല എന്നൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ഏത് മൂലയും എടുക്കാം. ആളുകൾ നടക്കുന്ന ഒരു വഴി ഉണ്ടാവുമല്ലോ, ചില മൂലയുണ്ടാവും, വലിയ ശല്യമൊന്നും ഉണ്ടാവില്ല. അവിടെ പോയിട്ട് ഇതേപോലെ ഇരുന്ന ആരും എതിർക്കൊന്നുമില്ല. ഞാൻ യോഗ കുറച്ച് ചെയ്യുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പറയാം ഭക്തനാണ് അവിടെ ഇരിക്കുന്നത്, ശല്യം ചെയ്യേണ്ട കേട്ടോ. എല്ലാവരും വന്ന് ചിലപ്പോൾ തൊടാൻ തുടങ്ങും. പിന്നെ അവസാനം നമ്മൾ സ്വാമിയായി മാറും, ദൈവമായി മാറും. ചിലപ്പോൾ പറയാൻ പറ്റില്ല. ചപ്പ് ചവറുകളൊന്നും ഇല്ലാതെ ചൂടില്ലാത്തതുമായിരിക്കണം. ചപ്പ് ചവറൊന്നും പാടില്ല. നല്ല ആലെല്ലാം ഉണ്ടാവുമല്ലോ, അതിൻ്റെ അടിയിൽ പോയിരുന്നാൽ മതി. പിന്നെയോ മനസ്സിനെ ഇളക്കുന്ന ശബ്ദമില്ലാത്തതായിരിക്കണം. അവിടെയാണ് കുഴപ്പം. ക്ഷേത്രത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്ക് കയറി മണിയടിച്ചുകൊണ്ടിരിക്കും. അതെങ്ങനെയാണ് സാധിക്കുന്നത്? പണ്ടത്തെ കാലത്ത് ഈ മണിയടിയൊന്നുമില്ല ക്ഷേത്രത്തിൻ്റെ അടുത്ത്. എന്ത് മണിയടി? ആർക്കാ മണിയടിക്കുന്നത്? ദേവൻ എണീപ്പിക്കാനാണ്. ദേവൻ അടക്കി ഇങ്ങനെ ഇരിക്കുമ്പോൾ ഉറങ്ങി പോകും ചിലപ്പോൾ. അന്നേരം ഒരു മണിയടിയില്ല, ഞാൻ നിന്നെ പൂജിക്കാൻ പോവുകയാണ് എന്നാൽ പിടിച്ചോ, അപ്പം പുള്ളി സ്റ്റഡിയായിട്ട് അതിനായിരിക്കും മണിയടിക്കുന്നത്. പണ്ടത്തെ അമ്പലത്തിന് അങ്ങനെയൊന്നുമില്ല. ആശ്രമങ്ങൾ എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അവർ താമസിക്കുന്ന സ്ഥലം. പിന്നെ ബിംബാരാധനെ പറ്റി പറഞ്ഞിട്ടില്ലല്ലോ. ഇതെല്ലാം സാധാരണ ജനത്തിലുള്ള ആശ്രമങ്ങളിൽ നല്ല ഉയർന്ന ഋഷികളെ പോലെയുള്ളവർക്ക് പിന്നെ എന്തോന്ന് അമ്പലം. ഇതെല്ലാം പിന്നിൽ നമ്മൾ ഉണ്ടാക്കി കൂട്ടിയതാണ്. ഇവരീ പറയുന്ന ദേവാലയം എന്നെല്ലാം പറയുന്ന, തീർത്ഥസ്ഥാനം എന്നെല്ലാം പറയുന്നത് പവിത്രമായ സ്ഥലമാണ്.
അവിടെ ഇങ്ങനെ ശബ്ദ ബഹള കോലാഹലങ്ങളൊന്നും പാടില്ല. ഇടക്കിടക്ക് മണിയടിച്ചുകൊണ്ടിരിക്കും. എന്തിന് ദേവൻ ഉറങ്ങിപ്പോന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ഒന്ന് ആക്റ്റീവാകാൻ. അപ്പം ഇവിടെ പറയുന്നതിൽ നിന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം, അന്നത്തെ കാലത്തെല്ലാം ക്ഷേത്രങ്ങളെ ദേവാലയങ്ങളായാലും തീർത്ഥസ്ഥലങ്ങളായിരിക്കും കാമായിരിക്കും, ഒരു ശബ്ദം ഉണ്ടാവില്ല. അവിടെ പോയിട്ട് ബിംബത്തിൽ നമ്മൾ യഥാർത്ഥത്തിൽ ബിംബം എന്തിനാണ്? നമുക്ക് വീട്ടിൽ നിൽക്കുമ്പോൾ നമ്മളോട് ദിവസം കുളിച്ച് മര്യാദയായിട്ട് സമയത്തിൽ ഇങ്ങനെ നിൽക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അടുത്ത നിമിഷമായിട്ട്. പക്ഷേ അമ്പലത്തിൽ പോകുമ്പോൾ അതല്ല. അമ്പലത്തിൽ പോകുമ്പോൾ അതല്ല. എന്നാലും എന്ത് തല്ലിപ്പൊളിയാണെങ്കിലും അവൻ കുറച്ച് മനസ്സിനെയെല്ലാം അടക്കി നല്ല വസ്ത്രമെല്ലിട്ട് ചന്ദനെല്ലിട്ട് ഒരു മാന്യനായിട്ടാണ് പോവുക. അപ്പോൾ ഈ ബിബ്ബാടി ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ പോകുന്നത്. ആ ബിബ്ബാടി ഇല്ലായിരുന്നെങ്കിൽ അമ്പലത്തിൽ പോകുന്നില്ലെങ്കിലോ എപ്പോഴും തല്ലിപ്പൊളിയായിരിക്കും. ഇതാകുമ്പോൾ രാവിലെ ആകുമ്പോഴെങ്കിലും ഇന്ന് അമ്പലത്തിൽ പോകണമല്ലോ. അപ്പം അങ്ങനെയൊരു മാനസിക വശത്തിനാണ് ഈ അമ്പലം എന്ന സങ്കല്പം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പം അവിടെ എത്തുമ്പം പിന്നെ മനസ്സ് ഇപ്പം അമ്പലത്തിൽ ഇരുന്നിട്ടാണ് മറ്റൊക്കെ എങ്ങനെ പാര വെക്കണം എന്നുള്ള അവിടെ ഇരുന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അത് വേറെ കാര്യം. അങ്ങനെയല്ല അമ്പലത്തിൻ്റെ സങ്കല്പം. നമ്മൾ മനസ്സ് ഏകാഗ്രമാക്കി അവിടെ പോകുമ്പോൾ ബാക്കിയുള്ള ചിന്തയൊന്നും ഇല്ലാതെ അതിലേക്ക് വരും. അവിടെ എത്തിക്കഴിഞ്ഞാലും പിന്നെ ആ ബിംബത്തിലല്ല നോക്കുന്നത്, കണ്ണ് പൂട്ടിയാണ് ചെയ്യുന്നത്. എന്നിട്ട് മനസ്സിലാണ് കാണാൻ ശ്രമിക്കുന്നത്. മനസ്സിൽ തന്നെയാണ് നമ്മൾ ഈശ്വരനെ കാണേണ്ടത്. അതിനവിടെ പോകുന്ന ഇതിലെ വീട്ടിൽ തന്നെ ഇരുന്നിട്ട് കണ്ണു കൂട്ടിയിട്ട് ശ്രമിച്ചാൽ പോലെ അത് നമുക്ക് സാധാരണക്കാരന് നടക്കില്ല. ഇപ്പം ക്ഷേത്രസങ്കല്പം എന്ന് പറയുന്നത് ഇങ്ങനെ മണിയടിച്ച് ഒച്ചപ്പാടാക്കി ഒന്ന് കാട്ടിക്കൂട്ടേണ്ടതല്ല. അവിടെ ദേവനെ അങ്ങ് വെച്ചേച്ചാൽ മതി. ദേവന് ഏത് സമയം 24 മണിക്കൂർ ആക്റ്റീവാണ്. ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരെല്ലാം 24 മണിക്കൂർ ആക്റ്റീവാണ്. സൃഷ്ടി ചെയ്ത് ഈ ദേവനെല്ലാം പൂട്ടിക്കൊണ്ട് നടക്കുമെന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ദേവൻ ഉറങ്ങിക്കഴിഞ്ഞാൽ എന്താ അവസ്ഥ? ദേവൻ ഉറക്കം തൂക്കിക്കഴിഞ്ഞാൽ എന്താ അവസ്ഥ? അപ്പം ഇവിടെയെല്ലാം ഓരോ എന്തെല്ലോ ലക്ഷ്യങ്ങൾ വെച്ചിട്ടുള്ളത്. അപ്പം ഇവിടെയുള്ള പറഞ്ഞ ക്ഷേത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാനിത് പറയാനെന്താ കാരണം, ശബ്ദ കോലാഹലങ്ങളൊന്നും ഇല്ലാത്ത സ്ഥലമായിരിക്കണം. ആടെ ഇരുന്നിട്ട് നമ്മളെ ബ്രഹ്മത്തെ ധ്യാനിക്കുമ്പോഴേക്ക് ഇവിടുന്ന് മണിയടിക്കുക കിണിന്ന്. ആ ദേവാലയത്തിൽ എവിടെയാണ് കിട്ടാൻ പോകുന്നത്? അപ്പം ഇന്നത്തെ ദേവാലയങ്ങളൊന്നും സെലക്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറയാൻ വേണ്ടി ഞാൻ പറഞ്ഞേ ഉള്ളൂ. അവശ്യം ജലം ലഭിക്കണം. അത്യാവശ്യമായ വെള്ളമെല്ലാം കുറച്ച് അടുത്തുണ്ടാണ്. അല്ലെങ്കിൽ പിന്നെ വെള്ളം തേടി ദാഹിക്കുമ്പം പിന്നെ അവിടെ നിന്ന് എണീച്ച് പോകേണ്ടി വരും. ഇതാകുമ്പോൾ അടുത്ത് തന്നെ വെള്ളം ഉണ്ടെങ്കിൽ കുറച്ച് സമയം മാത്രമായില്ല, അത്യാവശ്യത്തിന് മാറ്റി വെക്കുക. നേരത്തെ പറഞ്ഞല്ലോ ഭക്ഷണമെല്ലാം ആവശ്യത്തിന് കഴിക്കണമെന്ന്. എന്നാൽ വളരെയധികം ആളുകൾ വന്നു പോയിക്കൊണ്ടിരിക്കുന്ന ജലാശയ തീർത്ഥങ്ങളിലൊന്നും പോകരുത്. വളരെയധികം ജനങ്ങൾ വന്നു പോയിരിക്കുന്ന സ്ഥലത്തും പോകരുത്. ധർമ്മശാല പോലെയുള്ള സ്ഥലത്തും വളരെയധികം ആൾക്കാർ വന്നും പോയി ഇരിക്കുന്നുണ്ട്. അല്ല, ശാന്തമായ ഒരു സ്ഥലമാണ്. അധികം ക്ഷേത്രങ്ങളിൽ ആരും ഇല്ല. ചില ക്ഷേത്രങ്ങളിലൊന്നും ആരും ഉണ്ടാവില്ല കേട്ടോ, വളരെ കാമാണ്. ഈ പൈസ ഉള്ളിടത്താണ് ആൾക്കാരും കൂടുന്നത്. നേരെ മറിച്ച് പൈസയിലും കുറവ് ഒരു ഗ്രാമത്തിലുള്ളൊരു ക്ഷേത്രമാണെങ്കിൽ അവിടെ ജനത്തിന് പൈസയില്ല, ദേവനും അതേ അവസ്ഥയിലാണ്. അപ്പം ആ ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ ശാന്തമായിട്ടിരിക്കുക, ആരും ശല്യം ചെയ്യില്ല. അവിടെ ഈ മണിയടി പോലും ഉണ്ടാവില്ല. കാരണം അതിന് പൂജാരിക്ക് കൊടുക്കുക, പൈസ ഇവിടെ കിടക്കുന്നത്. അവർ വരും, ആരെങ്കിലും ഒരു പെണ്ണുങ്ങൾ വരും, രാവിലെ വന്ന് ഒരു വിളക്കും കത്തിച്ച് വെച്ച് ഒന്ന് തൂത്ത് ഒന്ന് വിളക്കും കത്തിച്ച് വെച്ചിട്ട് അങ്ങ് പോകും. മണിയടിയുമില്ല, ഒരു ലുക്കുമില്ല. അങ്ങനെയുള്ള ക്ഷേത്രങ്ങളാണ് യഥാർത്ഥ ക്ഷേത്രങ്ങൾ. അതാണ് ഇവിടെ ഉദ്ദേശിച്ച ക്ഷേത്രം, ഇന്നത്തെ തരത്തിലുള്ളതല്ല. അപ്പോൾ ധർമ്മശാലകൾ വരുന്നിടത്തൊന്നും ആകരുത്. ഇങ്ങനെയുള്ള സ്ഥലം സാധകൻ തിരഞ്ഞെടുക്കണം. അപ്പോൾ എനിക്ക് ശല്യമൊന്നും ഇല്ലാത്ത ഒരു സ്ഥലം തിരഞ്ഞെടുക്കുക.
അതുകൊണ്ട് അല്ലാതെ ഹിമാലയത്തിൽ പോകണമെന്നൊന്നും പറഞ്ഞു. ഇത് നമ്മൾ ട്രെയിനിയാണ്. കുറേ കഴിയുമ്പോൾ ഇതെല്ലാം വിട്ടെറിഞ്ഞ് പിന്നെ ഒരൊറ്റ പോക്കാണ്. എവിടത്തേക്ക്? ഹിമാലയത്തിലോ ഏതെങ്കിലും ഗുഹയിലേക്കോ. അത് അവസാനം. ആദ്യം നമ്മൾ ട്രെയിനിങ് ആണല്ലോ, നമ്മളിങ്ങനെ ആദ്യം തുടങ്ങുന്നത്. അടുത്ത ക്ലാസ്സിൽ